ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മസാല ഷവായി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഞാൻ അതിനായിട്ട് 10 വത്തൽമുളക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 10 ഉള്ളിയും പകുതി തക്കാളിയും 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു മുളകില്ലേ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി അടിച്ചെടുത്താൽ മതിയേ. ഞാൻ പിന്നെ അതേ ചിക്കൻ്റെ ഈ ഒരു 2 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ചിക്കൻ വെച്ച് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതേ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന മിക്സ് നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ട് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ അതേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതേ കുക്കർ എടുത്തിട്ട് ചിക്കൻ്റെ 2 പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കി മസാലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഫുൾ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ 2 വിസിൽ വരെ അടുപ്പിച്ചെടുക്കണേ. ഇനി ഇതേ നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പുറമൊക്കെ നല്ലപോലെ ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. നോർമലി എല്ലാവരും ഷവായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിത്ത് സ്കിന്നുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കും സ്കിന്ന് കഴിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കിന്നില്ലാത്ത ചിക്കൻ വെച്ച് ഉണ്ടാക്കി നോക്കാവേ. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അതേ പാനിലേക്ക് തന്നെ കുക്കറിൽ നിന്ന് ആ ഒരു മസാല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ തിക്കാവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഈ ഒരു മസാല വെള്ളം നമുക്ക് ചിക്കന് മുകളിലേക്ക് കോരി കോരി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് ഇതാ ഈ കാണുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഒരുപാട് പേര് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാല ഷവായി പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഈ കുബൂസ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ബൈ.